മാർക്കറ്റിംഗ് ചെയ്യേണ്ടി വരാണ്ട് തന്നെ ഒരു 100 കോടി രൂപയ്ക്ക് മേലെ റവന്യൂ ചെയ്യാൻ പറ്റി എന്നുള്ളത് ഭയങ്കരമായ അതായത് ഫസ്റ്റ് 2.5 years മേ ബി ആ ഒരു നിങ്ങളുടെ അടുത്തൊക്കെ പറയുന്നതിൽ ഒരു ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇങ്ങനെ ഒരു ബിസിനസ് ചെയ്യുന്നതിൽ ഒരു ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഷെഫിള്ള സാറ് CDA അക്കാഡമിയുടെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞതാണ് ആളുടെ ഈ ഒരു പേഴ്സണൽ ബ്രാൻഡിംഗ് ത്രൂ മാത്രം ആൾക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു റവന്യൂ എന്ന് പറയുന്നത് 100 CR+. ആൾ ഇന്നേ വരെ ഫേസ്ബുക്കിലെ അല്ലെങ്കിൽ മെറ്റ ആഡ്സോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ റൺ ചെയ്തിട്ടില്ല. അതെങ്ങനെയാണ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതുപോലത്തെ കണ്ടന്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എന്നെ ഫോളോ ചെയ്യാം. ഷെഫിള്ള എന്ന് പറയുന്ന ഒരു വ്യക്തി നമുക്ക് എല്ലാവർക്കും അറിയാം. ആളുടേതായിട്ടുള്ള രീതിയിൽ വീഡിയോസ് കാര്യങ്ങൾ എടുക്കുന്നുണ്ട്. ആളുടെ ഒരു പ്രസന്റേഷൻ സ്റ്റൈൽ ഉണ്ട്. അതേപോലെ തന്നെ ഒരു എൻഡ് ലൈൻ താങ്ക് യു സോ മച്ച് എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള കാര്യമാണ്. ആളുടെ കുക്കിംഗ് വീഡിയോ ആണെങ്കിൽ ആരായാലും കണ്ടിരുന്ന് പോകുന്ന ഒരു ടൈപ്പ് ഓഫ് ആളുടെ ഒരു വീഡിയോ ചെയ്യുന്ന രീതിയാണ്. ഇത് ത്രൂ ഗെയിൻ ചെയ്തിട്ടുള്ള ആളുടെ ഒരു ഫോളോവേഴ്സ് അല്ലെങ്കിൽ ആളുടേതായിട്ടുള്ള ഒരു ഓഡിയൻസ് ഉണ്ട്. ഈ ഓഡിയൻസ് ത്രൂ ആണ് ആൾക്ക് ഇത്രത്തോളം വലിയ ഒരു ഇൻകം അല്ലെങ്കിൽ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ആൻഡ് ഓൾസോ ഇത് നമ്മുടെ ഏതൊരു ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ കാലഘട്ടത്തിൽ എന്തായാലും മെറ്റാ ആഡ്സ് അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും ഒരു ടൈപ്പ് ഓഫ് ആഡ്സ് ചെയ്യേണ്ടി വരും. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് പേഴ്സണൽ ബ്രാൻഡിംഗ് തന്നെയാണ്. പേഴ്സണൽ ബ്രാൻഡിംഗ് ത്രൂ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഓർഗാനിക് ഫോളോവേഴ്സ് നമുക്ക് ഓർഗാനിക് ഫോളോവേഴ്സിൽ നിന്ന് സ്വാഭാവികമായിട്ട് നമുക്ക് എന്തെങ്കിലും നല്ല രീതിയിൽ ബിസിനസ് വരും. ഓർഗാനിക് ഫോളോവേഴ്സ് ആണ് എന്നുണ്ടെങ്കിൽ മെറ്റ നമ്മുടെ അക്കൗണ്ടുകൾ ഓൾറെഡി പുഷ് ആക്കും. ആ പുഷ് ചെയ്യുന്ന ത്രൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് റീച്ചുകളിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഒരു ബിസിനസ് ഓണർ ആണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എമർജിംഗ് ആയിട്ടുള്ള ഒരു ഓണ്ടർപ്രണർ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി എന്ത് ചെയ്യണം, പേഴ്സണൽ ബ്രാൻഡിംഗ് ചെയ്യണം. പേഴ്സണൽ ബ്രാൻഡിംഗ് ചെയ്യുന്നതോടുകൂടി നിങ്ങളും വളരെ നിങ്ങളുടെ ബ്രാൻഡിനെ വളർത്താൻ പറ്റും. ഓക്കെ.